എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ട്രൈബ്യൂണൽ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിച്ചു. തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയാണ് ട്രൈബ്യൂണൽ പിൻവലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നത്. അതിരൂപതയിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായിട്ടാണ് ട്രൈബ്യൂണൽ രൂപീകരിച്ചത്. കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ആൻമരിയ സണ്ണി തത്സമയം. ഗുഡ് മോർണിംഗ് ആൻമരിയ, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. ബസിലിക്കയിൽ ആദ്യമുണ്ടായിരുന്ന വർഗീസ് മണവാളൻ അച്ഛനെതിരെയുള്ള നടപടികൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാംപ്ലാനി പിതാവ് ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ സ്പെഷ്യൽ ട്രൈബ്യൂണലിനെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഒരു ഉത്തരവ് വരുന്നു. ഇതിൽ തങ്ങളുടെ ഭാഗങ്ങൾ കൂടി കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റൊരു ഭാഗം പോയി പരാതി നൽകിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ അവർ കത്തും നൽകിയിരുന്നു. ഈ കത്തിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള അവരുടെ പ്രശ്നങ്ങളെല്ലാം കേട്ടതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ ഇങ്ങനൊരു നടപടി വന്നിരിക്കുന്നത്. അതായത് ഇവർക്ക് നൽകിയിരിക്കുന്ന സസ്പെൻഷൻ നടപടി അത് എറണാകുളം അങ്കമാലി അതിരൂപത സഭാ ട്രൈബ്യൂണൽ സസ്പെൻഷൻ നടപടി അതാണ് നിലവിൽ ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. ഈ നടപടി വന്നിരിക്കുന്നത് ആർച്ച് ബിഷപ്പ് മാത്യു മൂലക്കാട്ടിൽ പിതാവിൻ്റെതാണ്. ഈ നിലവിൽ ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത് മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായിട്ടുണ്ടായിരുന്ന പാംപ്ലാനി പിതാവാണ് നിലവിൽ ഈ പരാതിയും നൽകിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ നേരിട്ടിരുന്ന ട്രൈബ്യൂണലിനുള്ള സസ്പെൻഷൻ നടപടിയാണ് നിലവിൽ ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.